നമസ്കാരം. സാമൂഹ്യ ബോധവും അർപ്പണ മനോഭാവവും അധ്വാനിക്കാൻ മനസ്സുമുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ട കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും മിക്കവാറും ഞെട്ടിക്കുന്ന വാർത്തകളല്ലാതെ ഇപ്പോൾ ഒന്നും പുറത്തു വരുന്നില്ല എന്നതാണ് സത്യം. സഹപാഠികൾക്കെതിരായ ക്രൂരമർദ്ദനങ്ങളും റാഗിങ്ങുകളും അടക്കം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരതകളാണ് മിക്കയിടത്തും അരങ്ങേറുന്നത്. പലയിടത്തും ലഹരി ഉപയോഗം സംശയിക്കപ്പെടുമ്പോൾ അതൊന്നും അന്വേഷണ വിധേയമാകാറില്ല. വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ അവബോധവും സഹജീവി സ്നേഹവും സംഘടനാ പാഠവും നിറയ്ക്കേണ്ട വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ അന്ധകരായി മാറുന്നതും കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. സർഗാത്മകമാകേണ്ട ക്യാമ്പസുകൾ കുരുതിക്കളമാകുമ്പോൾ ഭൂരിഭാഗം അവസരങ്ങളിലും മിക്കയിടത്തും SFI പ്രതിക്കൂട്ടിലാകുന്നത് അവരുടെ നേതൃത്വം ഗൗരവമായി തന്നെ വിലയിരുത്തേണ്ട കാലം കൂടിയാണിത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ റാഗിംഗ് ക്രൂരതയ്ക്ക് ഇരയായി സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചിട്ട് 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൃത്യത്തിന് ഇരയായ സിദ്ധാർത്ഥൻ മർദ്ദനം സഹിക്കാനാകാതെ ജീവനൊടുക്കുകയാണ്. കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ SFIയുടെ സജീവ പ്രവർത്തകരാണെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ തിരികെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. 16-ന് രാവിലെ ക്യാമ്പസിൽ എത്തിയതു മുതൽ സിദ്ധാർത്ഥൻ തുടർച്ചയായി മർദ്ദനമേൽക്കുകയായിരുന്നുവെന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്യാമ്പസിന്റെയും ഹോസ്റ്റലിന്റെയും പല ഭാഗത്തും കൊണ്ടുപോയി മർദ്ദിച്ചു. അടിവസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥനെ മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പരസ്യ വിചാരണ ചെയ്തു. തൊട്ടു പിന്നാലെയാണ് പീഡനം സഹിക്കാൻ കഴിയാതെ സിദ്ധാർത്ഥന്റെ ജീവൻ പോകുന്നത്. ഹോസ്റ്റലിനുള്ളിൽ മൃഗീയമായ പീഡനത്തിന് സിദ്ധാർത്ഥൻ ഇരയായെന്ന് തെളിഞ്ഞിട്ടും ഒന്നും അറിഞ്ഞില്ലെന്ന നിലപാടിലായിരുന്നു വാർഡനും ഡീനുമെല്ലാം. കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്ത വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നോ എന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഇതുവരെ നടത്തിയിട്ടില്ല. കോളേജ് അധികൃതരും ഇത്തരമൊരു സാധ്യതയെപ്പറ്റി ഒരു ആഭ്യന്തര അന്വേഷണത്തിന് തയ്യാറായതുമില്ല. വിഷയത്തിൽ 12 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബം ഇന്നും കോടതി കയറി ഇറങ്ങുകയാണ്. SFI പ്രവർത്തകരായ 17 പ്രതികളെ സംരക്ഷിക്കാൻ ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ പരമാവധി ശ്രമിച്ചു. പരാതിയും പ്രതിഷേധവും ഉയർന്നതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നു. നിലവിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് പഠനം തുടരാൻ അനുമതി നൽകി സർവകലാശാല ഉത്തരവ് ഇറക്കുകയും ചെയ്തു. മണ്ണുത്തി ക്യാമ്പസിൽ താൽക്കാലികമായി പഠനം തുടരാം, എന്നാൽ ആർക്കും ഹോസ്റ്റൽ സൗകര്യം അനുവദിക്കില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടതാണെങ്കിൽ തങ്ങളുടെ സീനിയേഴ്സായ SFIക്കാരിൽ നിന്നും അതിക്രൂരമായ റാഗിംഗ് ആണെന്ന് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് പുറത്തു വന്നത്. ഇവിടെ ലഹരി ഉപയോഗിക്കാൻ പണപ്പിരിവ് നടത്തിയെന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. 3-ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ 5 പേരാണ് 1-ാം വർഷ വിദ്യാർത്ഥികളെ 3 മാസമായി ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കിയത്. വിദ്യാർത്ഥികളെ നഗ്നരാക്കി ഡിവൈഡർ കൊണ്ട് മുറിവുണ്ടാക്കുകയും നിലവിളിക്കുമ്പോൾ വായിൽ ക്രീം തേച്ചു പിടിപ്പിക്കുകയും ചെയ്തതായാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളും പ്രതികൾ മൊബൈലിൽ പകർത്തിയിരുന്നു. നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽജിത്ത്, കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് റാഗിംഗ് കേസിൽ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1-ാം വർഷ ജനറൽ നഴ്സിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 6 ആൺകുട്ടികളെ 2024 നവംബറിൽ 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിച്ചതു മുതൽ റാഗിങ്ങിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. നവംബർ 16-ന് പ്രതികൾ 1-ാം വർഷ വിദ്യാർത്ഥിയിൽ നിന്ന് 300 രൂപ ഗൂഗിൾ പേ വഴിയും 500 രൂപ നേരിട്ടും ഭീഷണിപ്പെടുത്തി വാങ്ങിയിരുന്നു. ഇതിനുശേഷം 1-ാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ ഇരിക്കുന്നതിനിടെ പ്രതികൾ ഇവിടേക്ക് എത്തുകയും സീനിയേഴ്സിനെ ബഹുമാനമില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളിൽ ഒരാളുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് FIR-ൽ പറയുന്ന വിവരം. ഡിസംബർ 13-നാണ് 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് പ്രതികളിൽ നിന്ന് ക്രൂരപീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അന്നേ ദിവസം അർദ്ധരാത്രി പ്രതികൾ 1-ാം വർഷ വിദ്യാർത്ഥിയുടെ മുറിയിലെത്തി കൈയും കാലും തോർത്തുകൊണ്ട് കെട്ടിയിട്ടു. തുടർന്ന് ദേഹം മുഴുവൻ ലോഷൻ ഒഴിച്ച ശേഷം ശരീരമാസകലം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ മുറിയിലുണ്ടായിരുന്ന മറ്റൊരു 1-ാം വർഷ വിദ്യാർത്ഥിയോട് മൊബൈലിൽ പകർത്താൻ ആവശ്യപ്പെട്ടു. പ്രതികൾ പരാതിക്കാരിൽ നിന്ന് സ്ഥിരമായി പണം പിരിച്ചിരുന്നു.
പണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ ഇവർ ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മുട്ടുകുത്തി നിലത്തു നിർത്തിയ ശേഷമാണ് കവിളിലടക്കം ക്രൂരമായി മർദ്ദിച്ചതെന്നും പോലീസ് പറയുന്നു. ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് ഡംബൽ കെട്ടിത്തൂക്കിയും പ്രതികൾ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. മദ്യപിക്കാനായാണ് പ്രതികൾ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ഊഴമിട്ട് പണം പിരിച്ചെടുത്തിരുന്നത്. നിലവിൽ ഒന്നാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ 5 വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു 6 ദിവസം മുമ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. രണ്ടാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ, NS ജീവ, മൂന്നാം വർഷ വിദ്യാർത്ഥികളായ KP രാഹുൽ രാജ്, റിജിൽജിത്ത്, NV വിവേക് എന്നിവരുടെ പ്രവേശനമാണ് റദ്ദാക്കിയത്. ഇവർ ഇനി കോളേജ് ക്യാമ്പസിൽ പ്രവേശിക്കാൻ പാടില്ല. പഠനാനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഉടൻ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗി പരിചരണ മേഖലയിൽ ഇത്തരം ക്രൂര മനസ്സുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. അതിനാൽ നഴ്സിംഗ് മേഖലയിലെ മറ്റു കോഴ്സുകളിലും പ്രതികളുടെ പ്രവേശനം തടയുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കേരള നഴ്സിംഗ് കൗൺസിലിനോട് ശുപാർശയും ചെയ്തു. DMEയുടെ നിർദ്ദേശപ്രകാരം 4-അംഗ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. തലസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് SFIയുടെ നിലയ്ക്കാത്ത പീഡന മുറകളുള്ളത്. കോളേജിന്റെ ഹോസ്റ്റലിൽ ലഹരി ഉപയോഗം സർവ്വസാധാരണമാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിലെ വിവരം. കുപ്രസിദ്ധമായ ഇടിമുറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കലാലയത്തിൽ രാഷ്ട്രീയ വിരോധമുള്ളവരെയും തങ്ങളുടെ നേതൃത്വം അംഗീകരിക്കാത്ത പാർട്ടി അനുഭാവികളായ SFIക്കാരെയും അവിടുത്തെ നേതൃത്വം ഭീകരമർദ്ദന മുറകൾക്ക് ഇരയാക്കുന്നുണ്ട്. രക്തമുറഞ്ഞു പോകുന്ന തരത്തിലുള്ള പീഡനങ്ങൾ നിരന്തരമായി ആവർത്തിച്ചിട്ടും പോലീസും നിയമ സംവിധാനവും ഇതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല. ഇങ്ങനെ പീഡിപ്പിക്കാൻ നേതൃത്വം നൽകുന്നവരിൽ ലഹരി ഉപയോഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധ്യാപകരെ പോലും അംഗീകരിക്കാത്ത സ്വന്തമായൊരു നിയമ സംഹിതയാണ് പീഡനവീരന്മാർ കോളേജിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ അതിക്രൂരവും മൃഗീയവുമായി SFIക്കാർ മർദ്ദിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഡിസംബർ 2 വൈകിട്ട് 5-നായിരുന്നു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായത്. പെരുങ്കുളം കോന്നിയൂർ ചക്കിപ്പാറ മൂഴിയിൽ വീട്ടിൽ മുഹമ്മദ് അനസിനെയായിരുന്നു ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച സുഹൃത്ത് അഫ്സലിനെയും വളഞ്ഞിട്ട് തല്ലി. അനസിന്റെ സ്വാധീനക്കുറവുള്ള കാലിൽ ചവിട്ടിയും ഇരുമ്പ് കമ്പിക്കൊണ്ട് തലക്കടിച്ചും ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. കോളേജിലെ SFI നേതാക്കൾ പറയുന്നത് പോലെ സംഘടനാ പ്രവർത്തനം നടത്താത്തത് ചോദ്യം ചെയ്തതാണ് മർദ്ദനമെന്നാണ് അനസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞത്. 2 കാലിലും വിരലുകളില്ലാത്ത, ഇടത്തെ കാലിന് സ്വാധീനം കുറവുള്ള, നടക്കുമ്പോൾ മുടന്തുള്ള വിദ്യാർത്ഥിയാണ് അനസ്. നാട്ടിൽ DYFI യൂണിറ്റ് അംഗം കൂടിയാണ്. SFIയുടെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് അംഗം കൂടിയാണ് അനസ് എന്നോർക്കണം. കാലിന് സ്വാധീനക്കുറവുള്ള അനസിനെ കോളേജിലെ യൂണിറ്റ് നേതാക്കൾ കൊടികെട്ടാനും മറ്റു ജോലികൾക്കും നിയോഗിക്കുമായിരുന്നു. പണം പിരിച്ചു നൽകുകയും വേണം. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതോടെയാണ് യൂണിയൻ ഓഫീസിൽ വിളിച്ചു വരുത്തി മർദ്ദനം തുടങ്ങിയത്. അമൽ ചന്ദ്, മിഥുൻ, വിധു ഉദയൻ, അലൻ എന്നീ SFI യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെ കേസെടുത്തെങ്കിലും ഇത് എങ്ങും എത്തിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ ലഹരി പിടുത്തം. അത് പോലീസ് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഹോളി ആഘോഷം അവിടെ എങ്ങനെ നടക്കുമായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ആകില്ല. അവിടെ എന്തെല്ലാം ക്രൂരതകൾ അരങ്ങേറുമായിരുന്നുവെന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. നന്ദി.